എടേ ഇയാൾ കണ്ടോ? എന്തുവാ? നമ്മുടെ മോള് വന്നത് തുള്ളി തുള്ളി മേപ്പോട്ട് പോയിട്ടുണ്ട്. അയ്യോ എന്ത് കൊച്ചിന് എന്തോ പറ്റിയതേ? എന്റെ ദൈവമേ 10 ദിവസമായി വന്ന് പൈസയും വാങ്ങിച്ചിട്ട് പോയിട്ടേ. എനിക്കെന്ത് എന്തോ പറ്റും, ഞാൻ പോയി നോക്കട്ടെ. മോളെ മോളെ കഥ തുറക്കും മോളെ. മോളെ എടി കുഞ്ഞെ ഒച്ച കഥ തുറക്കൂച്ചേ. മോളെ കഥ തുറക്കടി. നീ കഥവും തുറക്കാനേ, കഥവ് തുറക്കൂഞ്ഞേ. എനിക്ക് വയ്യ. ഒരുപാട് പ്രാവശ്യം അതിനെ തട്ടിമുട്ടി വിളിച്ചിട്ട് അത് തുറക്കുന്നുമില്ല എടുക്കുന്നുമില്ല. എനിക്കറിയത്തില്ല ഇതെന്തുവാന്നേ. ഇതേ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, നമുക്ക് വേറെ ആരെങ്കിലും വിളിച്ച് സംസാരിപ്പിക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അജിയെ ഒന്ന് വിളിക്കട്ടെ. വിളി, സംസാരിച്ച് നോക്കട്ടെ. അവനോട് കൂടി ഇങ്ങോട്ട് വരാൻ പറയാം. വിളി. അവൻ വരാൻ ചിലപ്പോൾ ശരിയാവും. മോനെ, നമ്മുടെ കൊച്ചാ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയതിന് ശേഷമേ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ഒരു ഭാവമാറ്റവും സ്വഭാവത്തിൽ മാറ്റവും കൂടെ വരുവാ. ഇവിടെ വന്നിട്ടൊരു 50,000 രൂപ 75,000 രൂപ അന്നും പറഞ്ഞിട്ട് ഓടി വരുവാ ഇവിടെ. ഞാൻ ആരോടും പറയേണ്ട, ഒരു പെൺകുഞ്ഞല്ലേ, അതിൻ്റെ ഭാവി പോവല്ലോ എന്ന് കരുതി ഉള്ള പൈസയും കൊടുത്ത് പോകും. ഇപ്പം 10 ദിവസമായില്ല, ഒരു 50,000 രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ കൊണ്ട് ഇന്നിപ്പോൾ ചാടിക്കൂടി വന്നപ്പോൾ മുഖമെല്ലാം വല്ലാതെ എനിക്കങ്ങ് പേടിയാവുന്നേ. നേരെ അങ്ങോട്ട് മേലോട്ട് കയറി പോയിട്ടുണ്ട്. ഞാൻ പോയി കിടന്ന് ഒത്തിരി വിളിച്ചിട്ട് ഒന്നും കഥവും തുറക്കത്തില്ല. എന്തോ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തുവാന്ന് എനിക്ക് അറിയത്തില്ലേ. ചേച്ചി വിഷമിക്കണ്ട, മാമനെ അവർക്ക് ഭയങ്കര പേടിയാ. ഞാൻ സംസാരിക്കാം അവളോട്. അവിടെ കൊച്ചിന് ഭയങ്കര വട്ട. ചേച്ചിയും ചേട്ടനും ദോഷം. നിന്നെയൊക്കെ കൊന്നിട്ടാണെങ്കിലും ഞാൻ പൈസ ആ കൊച്ചു നമ്മുടെ തറ പിടിക്കുമ്പോൾ നമുക്ക് ലഹരിക്ക് അടിമപ്പെട്ടവർ ശത്രുക്കളല്ല, അവരെ പരിഹസിക്കുകയല്ല വേണ്ടത്, കൈപിടിച്ചുയർത്തുകയാണ്.